ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സുധിയുടെ പുതിയ കടയ്ക്ക് ചന്ദ്രമതിയുടെ പേരിട്ട് കഴിഞ്ഞാൽ അത് ചന്ദ്രമതിയുടെ പേര് അത്ര ലക്കിയല്ല എന്നുള്ള കാര്യം പറയുന്നത് സച്ചി കേൾക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചന്ദ്ര ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നതും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് നമ്മുടെ സുധിയുടെ അടുത്താണല്ലോ. ആ സുധി തന്നെ സ്വന്തം അമ്മയുടെ പേര് ലക്കിയല്ല എന്നുള്ള കാര്യം പറയുന്നത് ഫോണിൽ റെക്കോർഡ് ചെയ്യാണ് കേട്ടോ നമ്മുടെ സച്ചി ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ കടയ്ക്ക് ഉറപ്പായിട്ടും ചന്ദ്രമതിയുടെ പേര് തന്നെ വെക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി ഓർഡർ പോലെ പറയാണ്. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ആ പേരിടാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഡിസൈഡ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സച്ചിയും അതുപോലെ ശ്രുതിയും സുധിയും കൂടി ചേർന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം രേവതി പുറത്തു നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിലേക്ക് കയറി വന്ന സച്ചിയെ നമ്മുടെ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. നീ എന്താ നോക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല, ഉടനെ തന്നെ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചു വെച്ചാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്തിനെന്ന് സച്ചി ചോദിക്കുകയാണെ. നീ എന്താ ഡിഗ്രി എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ടല്ല, സച്ചിയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനെന്താ വല്ല നാട്ടിലെ അധികാരിയോ മറ്റോ ആണോ എന്നെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്? എന്നെ കുറിച്ച് പഠിച്ചിട്ട് എന്താ രേവതി കിട്ടാൻ വേണ്ടി പോകുന്നത്? നിങ്ങളെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല സച്ചേട്ടാ. ഇതാണ് നിങ്ങളെന്ന് ഞാനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ നിങ്ങൾ വേറെ രീതിയിലാവും. ശരി, നിങ്ങൾ ഇങ്ങനെയല്ല അങ്ങനെയെന്ന് വിചാരിക്കുമ്പോ പെട്ടെന്ന് നിങ്ങൾ വേറൊരാളായിട്ട് മാറി വന്ന് നിൽക്കും. എനിക്ക് എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്നുള്ള കാര്യം ഒന്നും അറിയില്ല എന്നൊക്കെ പറയണം കേട്ടോ. രേവതി, ആദ്യം നീ ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതെങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ മനസ്സിലാവാത്ത വിധം ഞാൻ എന്താ മാറിയെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ അല്ല, നിങ്ങളുടെ ഏട്ടൻ അമ്മയുടെ പേര് കടയ്ക്ക് വെക്കണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാ നിങ്ങൾ അമ്മയുടെ പേര് തന്നെ വെക്കണോ എന്നുള്ള കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് പോയി പറഞ്ഞു വന്നില്ലേ? അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നുന്നത്. അപ്പോ നീ എല്ലാം കേട്ടല്ലേ എന്ന് ചോദിക്കണേ. ശരി, ഇതിലിപ്പോ ആശ്ചര്യപ്പെടാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത്? അതല്ല, നിങ്ങളെയും അതുപോലെ അമ്മയും പോലെ ഒരു അമ്മയും മകനും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പുറത്ത് എപ്പോഴും നിങ്ങൾ അമ്മയെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യും. എന്നാ ഉള്ളിൽ നിങ്ങൾ അത്രയും സ്നേഹം വെച്ചിട്ടുണ്ട്. എന്നാ അമ്മ അങ്ങനെയല്ല, നിങ്ങളെ എപ്പോഴും ഒരു എതിരാളിയെ പോലെയാണ് കാണുന്നത്. രേവതിയുടെ സംസാരം കേൾക്കുമ്പോ ഇതാണോ നിന്റെ പുതിയ കണ്ടുപിടുത്തം? ഇത് നാട്ടിലെല്ലാവർക്കും അറിയാലോ. അങ്ങനെയല്ല സച്ചേട്ടാ, 2-3 മക്കളുള്ള വീട്ടില് എന്തായാലും അച്ഛനും അമ്മയും ഒരു മകനെ ഇങ്ങനെ ചീത്ത വിളിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ എന്റെ വീട്ടിലെ കാര്യം തന്നെ എടുത്തു നോക്ക്. എപ്പൊ നോക്കിയാലോ അമ്മ എന്റെ അനിയനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതേസമയം സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു സ്നേഹത്തോട് നോട്ടം പോലും നോക്കാറില്ല. ചെറിയ പ്രശ്നം വന്നാലും ഉടനെ തന്നെ നമ്മളെ രണ്ടുപേരെയും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അതിന് മാത്രം നിങ്ങൾക്കും അമ്മയ്ക്കിടയിൽ എന്താ പ്രശ്നമെന്ന് ഞാൻ പലതവണ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. പൊങ്കലിന് നമ്മൾ അച്ഛമ്മയുടെ നാട്ടിലേക്ക് പോയപ്പോൾ അമ്മയെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാത്തതിനെ കുറിച്ചും സംസാരിക്കുന്നു. എന്നാൽ പുറത്ത് നിങ്ങൾ അത് ഒരിക്കലും കാണിച്ചിട്ടില്ല. നിങ്ങളെ രണ്ടുപേർക്കും ഇടയിൽ അതിനുമാത്രം എന്താണ് പ്രശ്നം? ഒരമ്മയ്ക്കും സ്വന്തം മകനെ പ്രസവിച്ച ഉടനെ മുതൽ ഇഷ്ടപ്പെടാതിരിക്കില്ല. ഉറപ്പായും ചെറുപ്പത്തില് അമ്മയ്ക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എപ്പോഴേക്കോ സ്വപ്നം കണ്ട പോലെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ സച്ചിയുടെ എന്ത് പ്രശ്നം നടന്നത്? അമ്മ എന്തിനാ നിങ്ങളെ കാണുമ്പോഴേക്കും എരിഞ്ഞെരിഞ്ഞ് വീഴുന്നത്? എന്താ നടന്നെന്നുള്ള കാര്യമൊക്കെ രേവതി വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചിക്ക് സൗണ്ട് ഒന്നും പുറത്തേക്ക് വരുന്നില്ല കേട്ടോ. സൗണ്ടൊക്കെ ഇടറിയിട്ട് അത് അമ്മ എന്നൊക്കെ പറയാണേ. ഒന്നുമില്ല രേവതി, അതൊക്കെ ഇപ്പൊ എന്തിനാ ചിന്തിക്കുന്നത്? തല ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. ഒരു കോഫി കിട്ടുമോ? സച്ചിയേട്ടന് എന്തോ പറയാൻ വേണ്ടി വന്നല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോ ഒന്നുമില്ല രേവതി, നീ പോയിട്ട് ഒരു കോഫി എടുത്തിട്ട് വാ. അത് കേട്ടിട്ടും രേവതി അവിടുന്ന് പോവാതെ സച്ചിക്ക് അരികെ ചെന്ന് ഇരിക്കുവാണേ. അല്ല സച്ചിയേട്ടാ, സച്ചിയേട്ടനും അമ്മയ്ക്കിടയിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്റെ അടുത്തുനിന്ന് മറയ്ക്കാണ്. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങൾക്ക് എന്റെ അടുത്ത് പറഞ്ഞൂടെ? രേവതി, അങ്ങനെ എന്തെങ്കിലും കാര്യമുള്ള കാര്യങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. സംസാരിച്ചിട്ട് തീർക്കാൻ വേണ്ടി പറ്റാത്ത ഒരു കാര്യവുമില്ല. എന്റെ അടുത്ത് എന്താണെങ്കിലും പറ സച്ചിയേട്ടാ എന്ന് രേവതി പറയുന്ന സമയത്ത് ഒന്നുമില്ല രേവതി. അപ്പോ ഇനിയും സച്ചിയേട്ടൻ എന്നെ മുഴുവനായിട്ട് ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സച്ചിയേട്ടൻ പറയാത്തെന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ചില കാര്യങ്ങളൊന്നും നമ്മൾ പറയാതെ വിടുന്നതാണ് ചിലരുടെയൊക്കെ ജീവിതത്തിന് നല്ലത്. ഇപ്പൊ നീ കോഫി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് രേവതിയെ വീണ്ടും അവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്തിനാ പറയാതെ എന്നെ വിരട്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പോ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പോയിട്ട് പുറത്തുനിന്ന് കോഫി കൊടുക്കണോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയാണ് കേട്ടോ രേവതി. ഞാൻ പോയിട്ട് ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് രേവതി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. സച്ചിയാണെങ്കിൽ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് രാത്രിയാണെന്നുണ്ടെങ്കിൽ രവി കഥ കടയ്ക്കാൻ വേണ്ടി പോകുമ്പോഴാണ് കേട്ടോ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്താ ശ്രീകാന്ത് നീ ഇത്രയും ലേറ്റ് ആയി എന്നുള്ള കാര്യം രവി ചോദിക്കും. അച്ഛാ, ഹോട്ടലിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു,
അതുകൊണ്ടാണ് ലേറ്റ് ആയെന്ന് പറയാണ്. ശരി, നീ പോയിട്ട് ഭക്ഷണം കഴിക്കടാ എന്ന് പറയും. അച്ഛൻ ഞാൻ ഭക്ഷണം കഴിച്ചു, ഹോട്ടലിൽ വെച്ച് തന്നെ. അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീകാന്ത് പോയിട്ട് റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഡോർ അടയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ രവി. അച്ഛൻ പോയി കിടന്നോളൂ, ഞാൻ ഡോർ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഡോർ അടയ്ക്കുകയാണേ. ഡോർ അടച്ച് നേരെ ചെല്ലുന്നത് ശ്രീകാന്ത് റൂമിലേക്കാണ്. റൂമിന്റെ കഥക് തുറന്നു നോക്കുന്ന സമയത്ത് ഹെഡ്സെറ്റ് ഒക്കെ ചെവിയിൽ വെച്ചും കൊണ്ട് പൂര ഡാൻസ് ആണ് കേട്ടോ നമ്മുടെ വർഷം. അതും കട്ടിലിന്റെ മേലെ കയറിയിട്ട് ആ രംഗം കണ്ടിട്ട് കുറച്ചു നേരം ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കഥക് ചാഴ്ത്താണ്, കാരണം ആരും കാണണ്ട എന്നുള്ള മട്ടില്. എന്നിട്ടും ശ്രീകാന്ത് ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ വർഷയെ. വേറൊന്നുമല്ല, വർഷയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് മുണ്ടും അതുപോലെ ഷർട്ടും ആണ് കേട്ടോ. വർഷ വർഷ എന്നൊന്നും പറഞ്ഞ് വിളിച്ചിട്ടൊന്നും വർഷ കേൾക്കുന്നില്ല, കാരണം ഹെഡ്സെറ്റ് ഉണ്ടല്ലോ ചെവിയില്. പാട്ട് നല്ല സൗണ്ടിലാണ്. വർഷ നിന്നെയാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം പറയാണേ. ആ വാ വാ എന്ന് പറഞ്ഞിട്ട് വർഷ വിളിക്കുന്നുണ്ട്. നീ എന്താ വർഷയെ കാണിക്കുന്നത്? നീ ഡാൻസ് കളിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെയും വലിക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ബെഡിലേക്ക് വീഴുന്നുണ്ട്. അപ്പോഴും വർഷ ഡാൻസ് ഒന്നും നിർത്തുന്നില്ലേ, നല്ല കളിയാണ്. ശ്രീകാന്ത് ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് സോങ് അങ്ങ് പോസ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. എന്താ ഇത് വർഷ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തെന്ന് ചോദിക്കണേ വർഷ. എന്ത് ഡ്രസ്സാണിത്? ഇത് ശ്രീകാന്തിന്റെ ഡ്രസ്സാണ്, അത് മനസ്സിലായി. അത് നീ എന്തിനാ ഇട്ടെന്നാണ് ഞാൻ ചോദിച്ചത്. നിനക്കെന്താ വേറെ ഡ്രസ്സില്ലെന്ന് ചോദിക്കുമ്പോ ആ ഉണ്ട്, വന്ന ഉടനെ തന്നെ കണ്ടു, ഇത് ഇവിടെ ഉണ്ടായിരുന്നു, ചുമ്മാ ഇട്ട് നോക്കണം എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് ഇട്ട് നോക്കിയതാണ്. ഇത് നന്നായിട്ടുണ്ട്. എന്തായാലും സമ്മർ ടൈമിൽ ഇത് നല്ല കംഫർട്ടബിൾ ആണ്. ആദ്യം നീ താഴെ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വലിച്ച് ബെഡിൽ നിന്ന് ഇറക്കുവാണ് കേട്ടോ വർഷയെ. അപ്പോഴേക്കും വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ അങ്ങ് ബെഡിലേക്ക് ഇട്ടിട്ട് ശ്രീകാന്തിന്റെ മേലേക്ക് ചാരി ഇങ്ങനെ ഇരിക്കുവാണ്. ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഈ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നീ എന്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്റെ ഡ്രസ്സിനെ കല്യാണം കഴിപ്പിച്ചാൽ പോരായിരുന്നു. ആദ്യം നീ ഡ്രസ്സ് മാറ്റി എന്നുള്ള കാര്യം പറയുമ്പോ അതൊന്നും പറ്റില്ല എന്ന് പറയണം കേട്ടോ വർഷ. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം വർഷ പറയുമ്പോ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആയിരങ്ങൾ ചെലവാക്കിയിട്ട് 2 കബോർഡ് നിറയെ നിന്റെ ഡ്രസ്സ് മേടിച്ചു വെച്ചിരിക്കുന്നത്? അതൊക്കെ നീ ഇട്ട ശ്രീകാന്ത് എന്ത് ഞാനിടാൻ? എന്താ കുഴപ്പം? പെണ്ണുങ്ങളെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നാണക്കേടാന്നാണോ വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഗേൾസിന്റെ ഡ്രസ്സ് ഞാൻ എങ്ങനെ ഇടുക? നിങ്ങൾ ബോയ്സിന് പാന്റും ഷർട്ടൊക്കെ ഇടുന്നില്ലേ എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്ന സമയത്ത് എന്ന് കരുതിയിട്ട് ഞങ്ങള് നിങ്ങളുടെ സാരി എടുത്ത് ചുറ്റി കറങ്ങണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ശ്രീകാന്ത്. എന്താ സാരി എടുത്താൽ എന്താ കുഴപ്പം? നീയും ടിപ്പിക്കൽ മെയിൽ മൈൻഡിലാ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ, അങ്ങനെയാണ് നിക്ക് എന്ന് പറഞ്ഞിട്ട് കബോർഡിനകത്ത് പോയിട്ട് ഒരു നൈറ്റി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. എനിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ നിന്റെ ഡ്രസ്സ് ഇട്ടു. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ഇടെന്ന് പറഞ്ഞിട്ട് ആ നൈറ്റി ശ്രീകാന്തിന്റെ മേലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. നൈറ്റോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ആ ഡ്രസ്സ് എടുത്തിട്ട് ബെഡിലേക്ക് അങ്ങ് വലിച്ചെറിയാണ് കേട്ടോ ശ്രീകാന്ത്. ആ ഇടണോ എന്നുള്ള കാര്യം വർഷ വീണ്ടും വാശി പിടിക്കാണ് കേട്ടോ. നിന്റെ അടുത്ത് സ്നേഹം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ഇടണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിനക്ക് എന്നോട് ശരിക്കും സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ഇടണം. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ആകെ ആശയക്കുഴപ്പത്തിലാവാണ്. ഇപ്പൊ എന്താ നിന്റെ ഡ്രസ്സ് ഇടണം എന്നാ മാത്രമേ എനിക്ക് നിന്നോട് സ്നേഹമുള്ളൂ എന്നുള്ള കാര്യമല്ലേ നീ സമ്മതിക്കുക? അതേന്ന് വർഷ പറയുമ്പോ അങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് ശ്രീകാന്ത് നൈറ്റിയിട്ട് വരുവാണ് കേട്ടോ. ശ്രീകാന്ത് ആ ഡ്രസ്സ് ഇട്ട് വരുന്നത് കാണുമ്പോൾ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്താ നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം? ഇനി ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകുമ്പോഴേക്കും നിക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുവാണേ വർഷ. ഇപ്പൊ എന്താ റൂമിൽ ഈ ഡ്രസ്സ് ഇടുന്നത് വലിയ വിഷയമൊന്നുമല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ, ഇനിയിപ്പോ ഞാൻ നാളെ റെസ്റ്റോറന്റിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സ് ഇടേണ്ടി വരുമോ? അതൊന്നും വേണ്ട, നമ്മുടെ വീട്ടില് കിച്ചൺ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് ബെഡിൽ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷ. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഡു വാട്ട് ഐ സേ എന്നുള്ള കാര്യം വർഷ പറയും. അതൊന്നും പറ്റില്ല എന്ന് ശ്രീകാന്ത് പറയാണേ. അപ്പോ നിനക്ക് എന്റെ ഡ്രസ്സ് ഇടുന്നത് എംബാരസിംഗ് ആണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ആരെങ്കിലും കണ്ടാലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും കണ്ടാൽ എന്താ കുഴപ്പം? ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് റോട്ടിലൂടെ പോകും. നീ പോകുന്നത് പോലെ എനിക്ക് നൈറ്റ് ഇട്ടുകൊണ്ട് റോട്ടിലൂടെ പോകാൻ പറ്റുമോ? എന്താ നിനക്ക് പറ്റാത്തത്? നീ എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്? നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യും. ശ്രീകാന്തനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് വട്ടാവുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്നെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് സ്നേഹമില്ല എന്നുള്ള കാര്യം അങ്ങ് സമ്മതിച്ച് തന്നേക്ക്. ശ്രീകാന്തിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് തിരിച്ചു പറയാനും പറ്റില്ല. പക്ഷെ ആകെ മൊത്തത്തിൽ ദേഷ്യം വരുന്നുണ്ട്. ഡു വാട്ട് ഐ സേ എന്നുള്ള കാര്യം വീണ്ടും വർഷ പറയുമ്പോൾ, ശരി ഇപ്പൊ എന്താ വേണ്ടത്? നിനക്ക് ചായ ഉണ്ടാക്കി തരണം, അത്രയല്ലേ ഉള്ളൂ. എന്ന് വർഷ പറയുമ്പോൾ, ശരി ഞാൻ പോയിട്ട് ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോവാണേ. ആ നൈറ്റി ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, കുഴപ്പമില്ല ഇതിലും നല്ല കാറ്റോട്ടൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു പോവാണ്. ശ്രീകാന്തിന്റെ സംസാരം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ നമ്മുടെ വർഷ അവിടെ. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ആരും കാണരുതെന്ന് വിചാരിച്ചിട്ട് ഓടിങ്ങാണ്ട് കിച്ചണിൽ കയറുന്നുണ്ട്. കിച്ചണിന്റെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ഇനി ആരെങ്കിലും കണ്ടോ എന്നുള്ള കാര്യം. കിച്ചന്റെ ഡോറൊക്കെ അടച്ചിട്ടാണ് ശ്രീകാന്ത് കുക്ക് ചെയ്യുന്നത്. ചായ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും ആരോ നടന്നു വരുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ.
ശ്രുതി വെള്ളം എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഭാഗ്യത്തിന് ശ്രുതി കാണുന്നില്ല കേട്ടോ ശ്രീകാന്തിനെ. വെള്ളമൊക്കെ എടുത്തിട്ട് ശ്രുതി റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം ആണെങ്കിൽ വീണ്ടും വിശപ്പ് വരികയാണ് കേട്ടോ. ഉറങ്ങുന്നോടന്ന് എണീറ്റ് നടക്കുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രൻ നീ എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ വേണ്ടി പോവാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് കഴിച്ചതാണ്, പക്ഷെ വീണ്ടും വിശക്കുന്നു എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ വിശന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് നല്ലതാന്നുള്ള കാര്യം പറയും, പക്ഷെ ഈ വയസ്സിൽ നിനക്ക് വിശപ്പ് വീണ്ടും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് നല്ലതൊന്നും പറയാനില്ലേ? നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നീ വീണ്ടും കഴിക്കാൻ വേണ്ടി പോകുന്നത് നിനക്ക് നല്ലതാണോ? മര്യാദയ്ക്ക് വെള്ളം പോയി കുടിച്ചിട്ട് വന്ന് കിടന്നുറങ്ങാൻ നോക്കുമെന്ന് പറയാണ് രവി. രാത്രിയിൽ അരവയറായിട്ട് കിടക്കണോ എന്നുള്ള കാര്യം എൻ്റെ അമ്മ എപ്പോഴും പറയും എന്നുള്ള കാര്യം രവി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ അമ്മ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോളൂ, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ പോയി കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അടുക്കളയിലേക്ക് വരുവാണ്. കിച്ചണിലാണെങ്കിൽ ശ്രീകാന്ത് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പാത്രത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതിപ്പോ എന്താ ശബ്ദം? അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ചന്ദ്രമതി പുറകുവശ കാണുന്നത്. അതും നൈറ്റി ഇട്ടിട്ടല്ലേ നിൽക്കുന്നത്. വേഗം തന്നെ കിച്ചന്റെ ഡോർ അങ്ങ് അടച്ചു പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രവിയേട്ടാ ഓടിവാ, എല്ലാരും ഓടിവായോ, വീട്ടിന്റെ ഉള്ളിൽ കള്ളി കയറി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. നൈറ്റി ഇട്ടിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ കള്ളെന്ന് പറയാൻ പറ്റില്ലല്ലോ, കള്ളി എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഓടി എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഓടി വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോഴേക്കും ശ്രീകാന്തിന് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാണ്. ആകെ പെട്ടല്ലോ. കിച്ചണിലിരിക്കുന്ന ടവൽ എടുത്തുകൊണ്ട് മുഖമൊക്കെ മൂടുന്നുണ്ട് കേട്ടോ, തലയിൽ കൂടെ ഇട്ടിട്ട്. അങ്ങനെ ആദ്യം ശ്രുതിയാണ് കേട്ടോ വരുന്നത്. അയ്യോ നമ്മുടെ കിച്ചണിനകത്ത് കള്ളി വന്നു എന്ന് പറയുമ്പോ ആന്റി കള്ളിയാണോ കള്ളനാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കള്ളിയാണ്, നൈറ്റിയാണ് ഇട്ടിരിക്കുന്നതെന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, നൈറ്റി ഒക്കെ ഇട്ടിട്ട് ആരെങ്കിലും മോഷ്ടിക്കോ എന്നുള്ള കാര്യം അതെങ്ങനെയാണ് എനിക്ക് അറിയുന്നത്? അപ്പോഴേക്കും സച്ചിയും അതുപോലെ രേവതിയും കൂടി വരുന്നുണ്ട് കേട്ടോ. അമ്മ എന്താ ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു കള്ളി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാണ്. നൈറ്റി ഇട്ട കള്ളിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മ എന്തെങ്കിലും സ്വപ്നം കണ്ടാണോ എന്നുള്ള കാര്യം. എടി ഈ സമയത്ത് ആരെങ്കിലും സ്വപ്നം കാണോടി? നൈറ്റി ഇട്ട് വന്നിട്ട് എന്തോ എടുത്തോണ്ടിരിക്കുകയാണ്. അമ്മേ ഞാൻ ഗേറ്റും അതുപോലെ കഥകൊക്കെ നന്നായിട്ട് അടച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ, അതെ നീ നന്നായിട്ട് അടച്ചിട്ടുണ്ട്, ഞാനാണ് അടച്ചത്, അവളെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഞാനാണിപ്പം വാതില് മുറുക്കെ പിടിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് പോലീസിനെ വിളിച്ചാലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്തിനാ പോലീസിനെ വിളിക്കുന്നത്, ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി കയറി നോക്കാൻ പോകുമ്പോഴേക്കും ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്യാണ്. ലൈറ്റ് ഓഫ് ചെയ്യുന്നത് കാണുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്തായാലും ഉള്ളിലേക്ക് കയറി ചിലപ്പോൾ കത്തിയോ അങ്ങനെ എന്തെങ്കിലും മാരകമായിട്ടുള്ള ആയുധങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി പറയുമ്പോൾ അത് ശരി തന്നെയാണ്. ഈ സമയത്ത് ഒരു പെണ്ണ് മോഷ്ടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ എന്തെങ്കിലും കയ്യിൽ കരുതിയിട്ട് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്തായാലും നമുക്ക് പോലീസിനെ വിളിക്കാം എന്നുള്ള കാര്യം വീണ്ടും ശ്രുതി പറയുമ്പോൾ ആദ്യം ആരാ എന്താന്നുള്ള കാര്യമൊക്കെ അറിയണ്ടേ? സച്ചി അവിടുന്ന് ഒരു വടി എടുത്തിട്ട് നീ ഒന്ന് കയറി നോക്ക്, ആരാണെന്നുള്ള കാര്യം അറിയാലോ. അതുപോലെ തന്നെ സച്ചി ചെയ്യുകയാണേ. സച്ചി ഉള്ളിലേക്ക് കയറുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ആദ്യം ലൈറ്റ് ഇടുക എന്നുള്ള കാര്യം. ലൈറ്റ് ഇട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. മര്യാദയ്ക്ക് പറഞ്ഞോടി, നീ എന്തിനാ ഇങ്ങോട്ട് മോഷ്ടിക്കാൻ വേണ്ടി വന്നത്? മര്യാദയ്ക്ക് ഇങ്ങോട്ട് തിരിഞ്ഞോ അല്ലെങ്കിൽ ഞാൻ അടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. നൈറ്റ് ഇട്ടിട്ട് പുറകിൽ ശ്രീകാന്തിന്റെ ആ കോലം കാണുന്ന സമയത്ത് കണ്ടില്ലേ, നല്ല ജിമ്മ് പോലെ ഉണ്ട് ബോഡി, എന്നിട്ടാണ് അവള് മോഷ്ടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആരാടി നീ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ചന്ദ്ര. അപ്പോഴേക്ക് രേവതിയും പറയുന്നുണ്ട്, ഒരു പെണ്ണായിട്ട് മോഷ്ടിക്കാൻ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാണോ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ആണുങ്ങൾക്ക് പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ശ്രുതി. ആരാണെന്നുണ്ടെങ്കിലും എന്തിനാ മോഷ്ടിക്കാൻ വേണ്ടി കയറിയെന്നൊക്കെ ഭയങ്കര ഒച്ചത്ത് പറയാണ് നമ്മുടെ രേവതി. അപ്പോഴും ശ്രീകാന്ത് തിരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ പുറകെ കൂടെ ശ്രീകാന്തിനെ പോയിട്ട് ഒരൊറ്റ പിടിച്ച് പൊക്കി കൊണ്ടുവരുവാണ്. പൊക്കിക്കൊണ്ടുവരുമ്പോൾ കിച്ചന്റെ ടവൽ വെച്ചിട്ട് മുഖം മറച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് പിടിച്ചങ്ങ് വലിക്കാനായിട്ട് ശ്രുതി. അയ്യോ അമ്മ ഇത് ശ്രീകാന്ത് എന്നുള്ള കാര്യം പറയാണേ. എന്താടാ നിനക്ക് രാത്രി എന്തെങ്കിലും പ്രേതം കൂടുന്ന സ്വഭാവം എന്തെങ്കിലും ഉണ്ടോ? എന്ത് കോലാടാ ഇത് എന്നുള്ള കാര്യം ചന്ദ്രമതിയും ചോദിക്കുന്നുണ്ട്. അല്ല ശ്രീകാന്ത് നീ എന്താ നൈറ്റി ഒക്കെ ഇട്ട് രാത്രി നടക്കുന്നത്, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ പറയടാ നിനക്ക് എന്താ പറ്റിയെന്ന് വെച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിയും അവനിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അതുവരെയുള്ള ശബ്ദമൊന്നും നമ്മുടെ വർഷ കേട്ടില്ല കേട്ടോ. കാരണം ഹെഡ്സെറ്റ് കുത്തിങ്ങാണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഹെഡ്സെറ്റ് മാറ്റുമ്പോഴാണ് അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. അങ്ങോട്ടേക്ക് എന്നിട്ട് വർഷ ചെല്ലുവാണേ. എന്താണ് നിനക്ക് പറ്റിയത്, പ്രാന്ത് പിടിച്ചോന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ. ശ്രീകാന്തിനെ കണ്ടുകൊണ്ട് വന്ന വർഷ പറയുന്നുണ്ട്, ആന്റി ശ്രീകാന്തിനെ അടിക്കല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച്. അല്ല വർഷേ നിന്റെ ഡ്രസ്സ് എന്തിനാണ് ശ്രീകാന്ത് ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവന്റെ ഡ്രസ്സല്ലേ ഞാൻ ഇട്ടിരിക്കുന്നത്, അതാരും നിങ്ങൾ കണ്ടില്ലേ? അപ്പോഴേക്കും ചന്ദ്രമതി വർഷയെ അടിമുടി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്താ വർഷേ നീ ലുങ്കിയും ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും ചോദിക്കുന്നുണ്ട്, അല്ല വർഷേ എന്ത് പറ്റി, നിങ്ങൾ രണ്ടുപേരും കൂട് വിട്ട് കൂട് മാറിപ്പോയോ എന്നുള്ള കാര്യത്തെ കുറിച്ച്.
ഞാന് ശ്രീകാന്തിന്റെ ഡ്രസ്സ് ഇട്ടു, അതുകൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ അടുത്ത് എന്റെ ഡ്രസ്സ് ഇട്ടിട്ട് ടീ ഉണ്ടാക്കി തരാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചാലഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ എന്ത് കളിയാ ഇതൊക്കെ എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട്. ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് കേട്ടോ. എടാ, അവളെന്തെങ്കിലും പറയുമ്പോഴേക്കും നീ അവളുടെ നൈറ്റി ഇട്ടുകൊണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവോടാ. പക്ഷേ എനിക്ക് 3 ആമ്പിള്ളേരുള്ളത്. ചില വീട്ടിലൊക്കെ ആമ്പിള്ളേര് മാത്രമാണെന്നുണ്ടെങ്കിൽ ചില പയ്യന്മാരെ പെൺകുട്ടികളെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കണ്ണും പൊട്ടൊക്കെ തൊടിപ്പിക്കും. എന്നാൽ അതുപോലെ പോലും ഞാൻ ഇതുവരെ ആർക്കും വേണ്ടി ചെയ്തിട്ടില്ല. 3 ആമ്പിള്ളേരെയാണ് പെറ്റ് വളർത്തി എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്ത് ഭയങ്കര പെരുമയിൽ നടക്കുന്ന ആളാണ് ഞാൻ. വെറുതെ നീ ആവശ്യമില്ലാതെ വേഷം കെട്ടിപ്പിച്ചിരിക്കുന്നു എന്റെ മകനെ എന്നൊക്കെ പറയുമ്പോഴേക്കും, എന്താ ആന്റി, പെണ്ണുങ്ങള് ആണുങ്ങളെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ആണുങ്ങൾ പെണ്ണുങ്ങളെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും എന്താ അതിൽ തെറ്റുള്ളത്? ആണല്ലാതെ ആവുമോ എന്നുള്ള കാര്യം കൂടി ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് പിന്നെ ഒന്നും പറയാനില്ലേ. ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്, ഇതെല്ലാം ഒരു ഫണ്ടാണോ? തുടർന്ന് രവി പറയുന്നുണ്ട്, നട്ടപ്പാതിരക്ക് ചെയ്യേണ്ട കൂത്താണോ ഇത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. എടാ, രാത്രിയിൽ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടിട്ട് വന്ന് നിക്കാതെടാ. വർഷ, ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇനി ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. എടാ, ആദ്യം നീ പോയിട്ട് ഡ്രസ്സ് മാറ്റ്, നാണോ ഇല്ലാതെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യം പിടിച്ച് കയറി പോവാണ് കേട്ടോ. ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി പോവാണ്. അതിന്റെ പുറകെ തന്നെ രവി പോകുന്ന സമയത്ത്, അങ്കിൾ ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, എന്തിനാ ആന്റി ഇങ്ങനെ ദേഷ്യം പിടിച്ച് പോകുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റൂമിനുള്ളിൽ തന്നെ നടത്തിക്കോളൂ, അല്ലാതെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ നിങ്ങളുടെ അമ്മ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയതുപോലെ അറിയിച്ചത് എന്ന് പറഞ്ഞിട്ട് രവി അങ്ങോട്ട് കയറി പോവാണേ. അച്ഛനും അമ്മയും പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയും സച്ചിയും കൂടി ചേർന്നിട്ട്, എടാ നിനക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ ശ്രുതിയും രേവതിയും പറയുന്നുണ്ട്, വർഷേ നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. എടാ ശ്രീകാന്ത്, നീ ഈ താടിയും കൂടി വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പെണ്ണിനെ പോലെ തന്നെ ഉണ്ടാവുന്ന സച്ചി. അങ്ങനെ അവരെല്ലാരും കൂടി ഫണ്ണാക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ചേർന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ ഉമ്മ വെക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പെൺവേഷം കെട്ടിയിട്ടാണല്ലോ. അതെല്ലാരും കൂടി ഭയങ്കര എൻജോയ് ചെയ്യാണ് കേട്ടോ രാത്രി. അത് മാത്രമല്ല, എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രീകാന്തിനെ ആ വീട് ഫുള്ള് ചുറ്റും ഓടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട് ചിരിച്ചോണ്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയും വർഷയും അതുപോലെ